ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈമാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കഥ പറയുന്ന ഒരു വീഡിയോ ആണ്. അത് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരി ടീതു എനിക്ക് പറഞ്ഞു തന്ന കഥയാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. പിന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കരുത്. മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ കാട്ടിൽ മാർക്കറ്റിലുള്ളവരെല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കടൽ മാർക്കറ്റിലുള്ളതല്ല, വെളിയിലുള്ള എല്ലാവരും, നമ്മുടെ നാട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വെളിയിലുള്ള എല്ലാം എൻ്റെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തും കമൻ്റ് അടിച്ചും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് മാക്സിമം പറയുന്നു. ഇനി നമുക്ക് കഥയിലോട്ട് പോകാം. കഥയെന്ന് വെച്ചാൽ ഒരു മുനിയും ശിഷ്യന്മാരും ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. ഇതിനകത്തിലെ കഥാപാത്രങ്ങളും മുനിയും ശിഷ്യന്മാരും സ്ത്രീയുമാണ്. അപ്പം മുനി ശിഷ്യന്മാരൂടെ യാത്ര ചെയ്ത് ഇങ്ങനെ നദിക്കരയിലെത്തി. അവരിങ്ങനെ യാത്ര ചെയ്ത് ഒരു പണ്ടൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ യാത്ര ചെയ്ത് വരികയാണ്. അപ്പോൾ യാത്ര ചെയ്ത് അവർ നദിക്കരയിൽ എത്തിയിട്ടുണ്ട്. അപ്പം നദിക്കരയിൽ നിന്ന് അക്കരെ കടക്കണം. അപ്പം സന്ധ്യ ആയത് കാരണം തോണിയില്ല. തോണിക്കാരൻ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി. അപ്പോഴത്തേക്ക് അങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ അവിടെ ഒരു സ്ത്രീ നിൽപ്പുണ്ട്. ആ സ്ത്രീക്ക് അക്കരെ എത്തണം, കാരണം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുന്നത്, രാത്രി ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഇതല്ലേ, അത് കാരണം അവർക്ക് അക്കരെ എത്തിയേ പറ്റത്തുള്ളൂ. ഈ ശിഷ്യന് മുനിയും മാത്രമാണെങ്കിൽ ഈ നദിക്കരയിൽ എവിടെയെങ്കിലും അവർക്ക് കിടക്കാം. പക്ഷേ ഈ സ്ത്രീ ഉള്ളത് കാരണം സ്ത്രീക്ക് അക്കരെ കടന്നേ പറ്റത്തുള്ളൂ, തോണിക്കാരനും ഇല്ല. അപ്പോൾ സ്ത്രീ വിഷമിച്ച് നിൽക്കുന്ന കാരണം മുനി പറയും, ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ മുതുകിൽ കയറ്, ഞാൻ നിന്നെ അക്കരെ എത്തിക്കാമെന്ന് പറയും. അങ്ങനെ മുനി ഇത് കാരണം ഈ സ്ത്രീ മുതുകിൽ കയറി അക്കരെ ചെന്ന് നദിക്ക് അക്കരെ ചെന്നിട്ട് സ്ത്രീയെ അവിടെ ഇറക്കി വിട്ട് മുനിയും ശിഷ്യന്മാരും ലക്ഷ്യസ്ഥാനത്തോട്ട് വീണ്ടും യാത്രകൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ നടന്ന് അവരിങ്ങനെ ഒരുപാട് നടന്ന് അങ്ങ് ചെന്നപ്പോഴത്തേക്ക് ശിഷ്യൻ പറയുന്നു, അല്ലയോ മുനി, ഇപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുനി ചോദിക്കും, എന്താണ് ശിഷ്യ നീ ഇത്രയും ഗഹനമായി ആലോചിക്കാൻ എന്താണ് കാരണം? അത് അങ്ങ് ആ സ്ത്രീയെ മുതുകിൽ ചുമന്ന അക്കരയിൽ നിന്ന് ഇക്കരെ എത്തിച്ചല്ലോ, അത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ മുനി ശിഷ്യനോട് പറയുന്ന മറുപടി എന്ന് വെച്ചാൽ, അല്ലയോ ശിഷ്യ, ഞാൻ ആ സ്ത്രീയെ എൻ്റെ മുതുകിൽ നിന്നും ആ നദിക്കരയിൽ ഉപേക്ഷിച്ചു. പക്ഷേ ആ സ്ത്രീ ഇപ്പോഴും നിൻ്റെ മുതുകിലാണ് ഇരിക്കുന്നത്. നീ ഇപ്പോഴും എന്താണ് ആ ചിന്തകളിൽ നിന്ന് നിനക്ക് മോചനം ലഭിച്ചിട്ടില്ല. നീ ഇപ്പോഴും ആ സ്ത്രീയുടെ കാര്യം ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്താണ്, മുനിയുടെ ആ ഒരു കർത്തവ്യം ചെയ്ത് മുനിയുടെ കാര്യം നോക്കിപ്പോന്നു. പക്ഷേ കൂടെയുള്ള ശിഷ്യന് ശിഷ്യൻ അത് മനസ്സിലിട്ട് നടക്കുകയാണ്. അപ്പം നമ്മൾ ഈ വരും തലമുറയോട് പറയാനുള്ള ഒരു ഇതിൽ നിന്ന് ഉപദേശമെന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരുപാട് ഇതാകരുത്. കാരണം മറ്റുള്ളവരൊരു നന്മ ചെയ്യുന്നത് മാത്രം നമ്മൾ ആലോചിക്കുക. നന്മ ഇപ്പം മുനി ആ സ്ത്രീയെ നദിക്കരയിൽ എത്തിച്ചു. അപ്പം നമുക്ക് ആ ശിഷ്യനെ ആലോചിക്കും, ദൈവമേ, എൻ്റെ മുനി അവിടെ നിന്ന് ഇപ്പുറത്ത് എത്തിച്ചല്ലോ, അതൊരു നല്ല കാര്യമല്ലേ എന്നാലോചിച്ച് അടുത്ത കാര്യങ്ങൾക്കോട്ട് പോകാം. പക്ഷേ മുതുകിൽ ചുമന്നല്ലോ എന്നുള്ള ആ ഒരു നെഗറ്റീവാണ് ശിഷ്യനെ ആലോചിച്ചത്. പക്ഷെ നമ്മൾ ഇനിയുള്ള തലമുറയെങ്കിലും അങ്ങനെ നെഗറ്റിവിറ്റി കാണാതെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം നമ്മൾ കൊണ്ടുപോകുക. ഏത് വസ്തുവിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പോസിറ്റീവാകും. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.